Hey guys, welcome back to my channel. എല്ലാവർക്കും സുഖമാണോ? കുറേ നാളിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടാൻ പോകുന്നത്. ഒരു വർഷം, അതായത് എത്ര പെട്ടെന്നല്ല ഒരു വർഷം പോയത്. ഇപ്പോൾ ഒരു ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ ഒരു ഫീലായിരുന്നു. ഇപ്പോൾ അടുത്ത പൊങ്കാല എത്തി. 2024 ആറ്റുകാൽ പൊങ്കാല മഹോത്സവം എത്തിക്കഴിഞ്ഞു. പൊങ്കാലയെ കുറിച്ച് പറയാനാണെങ്കിലേ എനിക്ക് എന്താണെന്നറിയത്തില്ല, വല്ലാത്തൊരു വികാരമാണ് അവിടെ. എന്തൊരു എക്സൈറ്റ്മെൻ്റ് ആണെന്ന് പറയുമ്പോൾ പൊങ്കാല, ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോഴത്തേക്ക് അത് എനിക്കെന്നല്ല, നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള എല്ലാവർക്കും അങ്ങനെയാണ് കേട്ടോ. ട്രിവാൻഡ്രം മാത്രമല്ല കേട്ടോ, നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ആൾക്കാർ വന്ന് പൊങ്കാല ഇടാറുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലായിരുന്നാലും ഒരുപാട് ആൾക്കാർ നമ്മുടെ വീട്ടിനകത്ത് വന്ന് പൊങ്കാല ഇടുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പൊങ്കാലയ്ക്ക് ഒറ്റപ്പാലത്ത് നിന്ന് തന്നെ ഒരു ഫാമിലി വന്നിട്ട് ഇട്ടോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇവിടെയായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെ അവർ വന്നിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് നല്ലൊരു വല്ലാത്തൊരു എന്താ പറയുക, അടിപൊളി ഒരു ടൈമാണ് ഈ പൊങ്കാല ടൈം, പ്രത്യേകിച്ച് ആറ്റുകാൽ പൊങ്കാല ടൈം കേട്ടോ. അപ്പോൾ നാളെ നമ്മുടെ വീടിൻ്റെ അകത്ത് ഒരുപാട് പൊങ്കാലകളുണ്ട്, അതൊക്കെ വീഡിയോ വരും കേട്ടോ. പിന്നെ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ കാണിച്ചില്ല. ഫുൾ അലങ്കാരങ്ങളാണ് കേട്ടോ. ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരു ലഹരി തന്നെയാണ്. അപ്പോൾ എല്ലാ വീഡിയോയും ഇതിൽ വരുന്നതാണ്, നിങ്ങളത് കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം, അടുത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ എന്തായാലും ഉൾപ്പെടുത്തും കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ പൂപ്പിക്കുട്ടന് ഞങ്ങളെല്ലാവരും കൂടെ അത് ലൈറ്റ് കാണാൻ പോവുകയാണേ. ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഞങ്ങളുടെ പരിസരത്തുള്ള ലൈറ്റ്സ് എങ്ങനെയൊക്കെയാണ് അവർ ലൈറ്റ്സ് ചെയ്തേക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം. ഇതിപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജഗതിയാണ് കേട്ടോ. ട്രിവാൻഡ്രം ജഗതിയുടെ ഭാഗത്ത് ചെയ്തേക്കുന്ന ലൈറ്റ്സും ഡെക്കറേഷനും ഒക്കെയാണ് കേട്ടോ. അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. മുന്നോട്ട് വരുമ്പോൾ വേറൊരു ഗ്രൂപ്പ് ആൾക്കാർ വേറെ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ജംഗ്ഷനാണ്, കണ്ണീറ്റുമുക്ക് ജംഗ്ഷനിലൂടെ പോകുമ്പോൾ ഉള്ള ആ ഒരു ഭംഗിയാട്ടോ നിങ്ങൾ കാണാം. അത്രയും നല്ല ഭംഗിയായിട്ടാണ് ഇപ്രാവശ്യം ചെയ്തേക്കുന്നത്. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിതൊക്കെ കാണാം. ഈ റൈറ്റ് സൈഡിൽ പച്ച ലൈറ്റ് ഉള്ളിടത്താട്ടോ എൻ്റെ വീട്. അടിപൊളിയായിട്ടാണ് ഈ പരിസരം ഫുൾ ചെയ്തിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് കാണിക്കാം, കണ്ട. അപ്പോൾ ഇത് കഴിഞ്ഞ് മുരുകൻ, കണ്ണൻ, അങ്ങനെ ഒരുപാട് ദൈവങ്ങളുടെയൊക്കെ ലൈറ്റ്സ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിനി അടുത്തത് കിള്ളിപ്പാലത്തൊക്കെ ഒന്ന് പോയി നോക്കാം കേട്ടോ. കിള്ളിപ്പാലത്ത് ഇതുപോലെ ഈ അറിയാലോ, ഉത്സവ സമയമാകുമ്പോഴത്തേക്ക് ചട്ടികൾ ഇതൊക്കെ ആയിരിക്കും, ഫുൾ മേളമാണ്. അപ്പോൾ നമുക്ക് അവിടെയും കൂടെ ഒന്ന് നോക്കാം. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് എല്ലാ പ്രാവശ്യത്തെയും പോലെയുള്ള ഒരു ലൈറ്റിങ് അത്ര ഇല്ലായിരുന്നു കിള്ളിപ്പാലത്ത്. പക്ഷേ ഞങ്ങളുടെ ആ ഏരിയയിലോട്ടൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ കിള്ളിപ്പാലം ഏരിയ. നല്ല രസമാണ് കേട്ടോ. ആ ഒരു വൈബ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒടുക്കത്തെ ബ്ലോക്കാണ് കേട്ടോ, അത് എടുത്ത് പറയണം. നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതൊക്കെ ഒരു രസമാണ് കേട്ടോ. അതൊക്കെ ഫുഡ് കിടിലം കേട്ടോ. ഈ ഒരു പോർഷനൊക്കെ അടിപൊളിയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ നിങ്ങൾക്ക് വിളക്ക് കെട്ടുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിലൂടെ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നിങ്ങൾ പോയി കണ്ടിട്ട് വന്നോളൂ. ഓക്കെ, ഫേമസ് ആയിട്ടുള്ള ശാന്തി കവാടം ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തെ ശാന്തി കവാടം, ആ റോഡാണ് കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് ഫുൾ പൊളിഞ്ഞ് കിടക്കുമായിരുന്നു, കുണ്ടും കുഴിയായിട്ട്. പൊങ്കാലയായിട്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടായി കേട്ടോ. എന്തായാലും ആ റോഡ് സെറ്റാക്കി, ആംബുലൻസും കാര്യങ്ങളും പോകുന്ന റോഡ് കൂടിയല്ലേ. ഇത് വിളക്കെട്ടുകാർക്കും അതിൻ്റെ കൂടെ വരുന്ന ആൾക്കാർക്കൊക്കെ ലഘുഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ടൈമായിരുന്നു കേട്ടോ, സന്ധ്യാസമയം. പിന്നെ കുറേ കലാരൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് ഞാൻ എടുത്ത് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങളിതാ നേരെ വീടെത്തി കേട്ടോ. അപ്പോൾ അമ്മ ഓൾറെഡി ഗേറ്റൊക്കെ തുറന്നു നിൽപ്പുണ്ട് ഇവിടെ എന്താണെന്നുള്ളത്. ഇനി നമുക്ക് നേരെ പൊങ്കാല ദിവസം കാണാം. അപ്പോൾ ഇതാ പൊങ്കാല ദിവസം രാവിലെ ഒരു 6 മണി 6:30 ആ ഒരു സമയത്താണ് കേട്ടോ. അപ്പോൾ അമ്മ ഇതാ വെള്ളം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഡലിയും സാമ്പാറുമാണ് കേട്ടോ അന്ന്. പിന്നെ വടയുണ്ട്. സാമ്പാറൊക്കെ ഇവിടെ റെഡിയാണ്. ഇഡലി, വട, സാമ്പാർ ഇതൊക്കെയായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ പൊങ്കാലയ്ക്ക് ഇരിക്കുന്ന എല്ലാവർക്കും ഇവിടെ നിന്നായിരിക്കും കേട്ടോ ഫുഡ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നല്ല സദ്യയും കൊടുക്കാറുണ്ട്. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പൊങ്കാല ദിവസമാണ് കേട്ടോ. ഇന്ന് ഞാൻ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം. ആദ്യം ഞാൻ എൻ്റെ വീടിനകത്തുള്ള പൊങ്കാലയും റോഡൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതാ ഫുൾ പൊങ്കാലയാണ് കേട്ടോ. വീടിനകത്തും ഉണ്ട്, പിന്നെ പുറത്ത് പറയണ്ടല്ലോ, ഫുൾ പൊങ്കാലയാണ്. അപ്പം ഈ നമ്മുടെ വീടിനകത്തിരിക്കുന്നവർക്കൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്നായിരിക്കും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് സദ്യയും കൊടുക്കാറുണ്ട് കേട്ടോ. എല്ലാ വർഷവും കൊടുക്കാറുണ്ട്, മുടങ്ങാതെ തന്നെ കൊടുക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്നവർ തന്നെ എല്ലാ പ്രാവശ്യവും കാണും കേട്ടോ ഇവിടെ തന്നെ. പിന്നെ ചില ആൾക്കാരൊക്കെ രാത്രി വന്നിട്ട് ചോദിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ലാസ്റ്റ് ടൈമൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ദൂരെ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി എല്ലാം നിങ്ങൾ കണ്ടിട്ട് വന്നോളൂ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പൊങ്കാല ദിവസത്തെ കുറേ കാര്യങ്ങളാണ് ഇനി കാണുന്നത്. ഓക്കെ,
ഈ വീടിനകത്തായിരുന്നാലും എല്ലാവരും ബിസിയാണ് കേട്ടോ. തിരളിയുടെ മാവ് കുഴയ്ക്കാനായിട്ട്, മണ്ടപ്പുറ്റ് ഇതിനൊക്കെ ആയിട്ട് എല്ലാവരും എന്താ ബിസിയാണ്. ഓരോരോ സൈഡിലായിട്ട് അവരവരുടെ പണികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് എനിക്ക് പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇവിടെ ഒരാൾ പറഞ്ഞു എൻ്റെ വ്ളോഗിൽ എന്നെയും കൂടെ കാണിക്കുമോ, ഞാൻ ഇങ്ങനെ ചെയ്യാം ഒന്ന് എടുക്കണേന്ന്. ഒട്ടും ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാതെ നിൽപ്പുണ്ട് കേട്ടോ. ഹായ് പറയൂ, ഹായ് പറയൂ. നമുക്കിനി ഒന്ന് ചുറ്റി ഒന്ന് എല്ലാ പൊങ്കാലയും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഐസ്ക്രീം വാങ്ങുന്ന തിരക്കിലാണ് ഗൈസ് ഈ പോകുന്നത് എല്ലാവരും. ഐസ്ക്രീം വാങ്ങാൻ എല്ലാവരും ഓടുന്നു. എനിക്ക് മുത്തു വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു.
ഗൈസ് ഐസ്ക്രീം വാങ്ങാനായിട്ട് ഒരു ആൻറ്റി ഓടുന്നതിൻ്റെ ഇടയിൽ തല വന്നിട്ട് ഇരുമ്പിൽ വന്ന് ഇടിച്ച് അങ്ങനെ കുറച്ച് പൊത്ത വീണു. അങ്ങനെ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലപോലെ ബ്ലീഡ് ചെയ്തു. അപ്പോൾ അതാണ് കേട്ടോ അവിടെ അത്രയും ആൾക്കാരവിടെ. ഈ സീബർ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരു ഫോറിനർ പോയില്ലേ, ക്യാപ്തി എന്ന് പറയും. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പം ഞാൻ അവരെ കുറിച്ച് പറയുമായിരുന്നു ശ്രുതിയുടെ അടുത്ത്. ഹിന്ദു ഐക്യവേദിയുടെ 14ാമത് വാർഷിക ആഘോഷത്തോടൊപ്പം ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് അടുത്ത ചുമ എപ്പോഴാണ് പൊങ്കാല അർപ്പിക്കുവാൻ നിവേദിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. 2:30ക്കാണ് കേട്ടോ ടൈം. അപ്പം 2 സൈഡിൽ നിന്ന് 2 പോറ്റിമാർ വീതം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ നിവേദിക്കുന്നത് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും അവരവരുടെ പൊങ്കാല കലങ്ങളൊക്കെ തുറന്നു വച്ചിരിക്കുവാണ്. അപ്പോൾ അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അങ്ങനെ നമ്മുടെ 2024 ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇതാ അവസാനമായിട്ടുണ്ട്. എല്ലാവരും ഇതാ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ് കേട്ടോ. എത്രയോ ദിവസത്തെ വ്രതമൊക്കെ എടുത്ത് എല്ലാ ഭക്തരും പൊങ്കാലയിട്ട് ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രം എന്ന് മാത്രമല്ല കേട്ടോ, കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വന്ന് പൊങ്കാല ഇട്ടു. ഇപ്രാവശ്യം ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ പൊങ്കാല ഇട്ടത് ഈ ഒരു 2024 എന്നാണ് കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ന്യൂസിൽ കേട്ടോ. അപ്പം ഇനിയുള്ള കാഴ്ച എന്ന് പറഞ്ഞാലേ നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും ലോറിയിലും അതുപോലെ ബസ്സിലൊക്കെ ആയിട്ട് ആൾക്കാർ കുത്തി നിറച്ച് ഈ ദൂരെ നിന്നൊക്കെ എത്രയോ ദൂരെ നിന്നൊക്കെ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി മാത്രം വരുന്ന ഭക്തരുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, അതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതിനിടയിൽ ഇതാ ഈ ആരെന്നറിയത്തില്ല ഒരു ചാട്ടവറക്ക് വെച്ചിട്ട് ഒരാൾ വന്നു. ഒരു സ്വാമിയുടെയൊക്കെ രൂപമാണ്, ജീവിതമാർഗ്ഗമായിരിക്കാം. അപ്പോൾ എല്ലാവരും പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയും ഒരിത്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് കാണാം കേട്ടോ, എല്ലാ ആൾക്കാരും ഈ പോകുന്നതൊക്കെ നമുക്ക് കാണാം.
ഇന്നത്തെ നമ്മുടെ പൊങ്കാലയ്ക്ക് മണ്ടപ്പുറ്റുണ്ടായിരുന്നു, വെള്ളച്ചോറ്, അതുപോലെ പയറുണ്ടായിരുന്നു, പിന്നെ കടും പായസം ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ തെരളി ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയാണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ ഇനി ഇതാ വീണ്ടും ഇതാ കണ്ടല്ലോ, ബസ്സിലൊക്കെ ആൾക്കാരിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പൊങ്കാല ഇട്ടിട്ട് നമുക്കിതൊക്കെ കാണാം. നമ്മുടെ ഹെക്റ്റിക് സ്റ്റെപ്പിലോട്ട് എത്തിക്കഴിഞ്ഞു ഗൈസ്. അമ്മയും ചേച്ചിയും വാസുവും കൂടെ ഇതാ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കല്ലും എടുത്ത് മാറ്റി ഫുൾ കരിയൊക്കെ അല്ലേ, ഫുൾ ക്ലീൻ ചെയ്ത് ആ ഒരു പ്രോസസ്സാണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ. അതുപോലെ തന്നെ എല്ലാവരും പൊങ്കാലയൊക്കെ ഇട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.